2016 മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ പിറവി കൊള്ളുന്ന സമയത്ത് അന്നത്തെ ആ ഉദ്ഘാടന വേദിയിൽ വെച്ച് സമയമെടുത്ത് നടത്തിയ ഒരു അവതരണം, നിങ്ങൾ ഇത്ര സമയം ഈ റേഡിയോ ഉപയോഗിച്ചാൽ നിങ്ങൾ ഇത്ര നെറ്റ് മാത്രമേ പോവുകയുള്ളൂ എന്ന അർത്ഥത്തിൽ ഓരോ സമയവും ഇതിൻ്റെ ഇൻ്റർനെറ്റ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അളവ് പറഞ്ഞുകൊണ്ടായിരുന്നു 2016 ആദ്യത്തെ ഇൻ്റർനെറ്റ് വ്യവസ്ഥാപിത റേഡിയോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേദിയിൽ നടത്തിയ അവതരണം. അത് പീസ് റേഡിയോയുടെ അവതരണമാണ്. അന്ന് കണ്ട സ്വപ്നങ്ങളിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് ഇന്ന് പീസ് റേഡിയോ സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരുപാട് മേഖലകളിലേക്ക് പീസ് റേഡിയോ എത്തിക്കഴിഞ്ഞു. അടുക്കളകളിൽ ഇന്ന് പീസ് റേഡിയോ നൽകുന്ന സമാധാനം അത് ചില്ലറയല്ലാത്ത രൂപത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. പ്രായഭേദമന്യേ അതുപോലെ തന്നെ നാടിൻ്റെ വ്യത്യാസമൊന്നുമില്ലാതെ ആളുകൾ പീസ് റേഡിയോ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഇന്ന് വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ 10,000 പഠിക്കുന്ന സംവിധാനമായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വലിയ നന്മയുടെ ഭാഗമായി ഗേഹമായി പീസ് റേഡിയോ അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കഴിഞ്ഞ യാത്രയിലൊക്കെ പീസ് റേഡിയോയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ പലരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ റമദാനിൽ നമ്മുടെ ഒരു വിഹിതം, നമ്മൾ സ്വതക്കക്ക് വേണ്ടി മാറ്റിവെക്കുന്ന വിഹിതം, കനപ്പെട്ട ഒരു വിഹിതം എന്നെന്നും നിലനിൽക്കുന്ന ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ഈ സ്വപ്നത്തിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും അതൊരു ജാരിയായ സ്വതക്കയായിരിക്കും എന്നതിൽ സംശയമില്ല. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ദീൻ പഠിക്കാനുള്ള ഈ സംരംഭത്തെ താങ്ങി നിർത്താനും ഭാഗമാകാനും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പരിശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.